ഹലോ ഗായ്സ്, എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരിക്കുന്നോ? ഞാനിന്ന് അച്ഛൻ്റെ സ്കൂളിൽ പാരൻസ് ഡേ ആണ്. അപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫറൂഖ് പാലാണ് കേട്ടോ. ഫറൂഖ് പാലം പഴയ പാലാണ്. റിനോവേഷനൊക്കെ കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇത് ബോട്ടും എല്ലാം കൂടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആയിട്ട് പിന്നെ പാർക്കും എല്ലാം റിനോവേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഭയങ്കര നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഓട്ടോ എൻ്റെ ഒരു സന്തത സഹചാരിയാണ്. ഞാനിപ്പോൾ മിക്ക ഇടുന്ന വീഡിയോയിലും ഈ ഓട്ടോ കാണാം. കാരണം എനിക്ക് കാർ എടുക്കാൻ പറ്റാത്ത ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഓട്ടോ ആണ്. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. ഓക്കെ, ഈ സ്കൂളിൽ ഇതാണ് അവരുടെ സ്കൂൾ വരുന്നത്, സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ ഇത് ഗ്രൗണ്ട് പാർക്കിംഗ്, അപ്പുറത്ത് കുറച്ച് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഗ്രൗണ്ടാണ്. ഈ കാണുന്നത് ഇവരുടെ സ്കൂളിൽ കഴിഞ്ഞ ദിവസം സാറ്റർഡേ ആനുവൽ ഡേ ആയിരുന്നു. അപ്പോൾ ആനുവൽ ഡേ കഴിഞ്ഞിട്ട് എന്തൊക്കെയോ കുറേ സ്റ്റേജ് ഡെക്കറേഷൻസ് കാര്യങ്ങൾ ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് പാരൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നിറയെ പാരൻസൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ കുട്ടികൾ സ്കൂൾ വിട്ടു കേട്ടോ. സ്കൂൾ വിട്ട് എല്ലാവരും പുറത്തേക്കൊക്കെ വരുന്നുണ്ട്. അച്ചുപ്പം ഏത് കൂടെ വരികയെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സൈഡിൽ കൂടെയാണോ അപ്പുറത്തെ സൈഡിൽ കൂടെയാണോ വരുന്നത് അതൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെ ഏത് രീതിയിലാണ് ആൾ വരുന്നത് എന്ന് ഒറ്റ ഐഡിയ ഇല്ല. അതേ ഓടിപ്പോകുന്നുണ്ട്. ഞാൻ വിളിക്കുന്നുണ്ട് നന്നായിട്ട്, അച്ചു പറഞ്ഞിട്ട്, പക്ഷെ അവൻ കേൾക്കുന്നില്ല. ഫൈനലി ഞാൻ അവനെ പോയി പിടിച്ചു ഓടുന്നു. ഇതവരുടെ ക്ലാസ് റൂമാണ്. ഇവിടെ ഫോട്ടോ വീഡിയോസ് ഫോൺ അലൗഡ് അല്ല, പക്ഷേ എന്നാലും ഞാൻ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതവൻ്റെ ക്ലാസ് റൂമാണ്. അവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ എന്താ പറയുക, പാരൻസ് വെയിറ്റിംഗ് ആണ്. ആരും വന്നിട്ടില്ല. ഞാൻ കറക്റ്റ് സമയത്തിന് സ്കൂളിലെത്തി. പാരൻസ് മീറ്റിംഗ് ആയതുകൊണ്ട് ഇതേ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പാരൻസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചും അതേ സെയിം ഓട്ടോയിൽ തന്നെയാണ്. കാർ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനതാ വിയർത്തൊലിക്കുന്നുണ്ട്. അതുമാതിരി ഒരു ഭയങ്കര ഒന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു ഫറൂഖിൽ നിർത്തി ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ പോകുന്ന ഒരു സ്ഥലമുണ്ട്, കാസ്കോ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. സമയം ഏകദേശം 3 മണിയൊക്കെ ആയി. ഞാൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സിനൊക്കെ മീറ്റ് ചെയ്തിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം 3 o'clock ആയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാസ്കോയിൽ കാരണം നിർബന്ധമാണ്. 2 ഷവർമയും അതുപോലെ തന്നെ അവനൊരു ലൈം ജ്യൂസും ഞാനൊരു മാംഗോ ജ്യൂസും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷേ അവന് ഇരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ റാപ്പൊക്കെ ഓപ്പൺ ചെയ്ത് ഷവർമ കഴിക്കാൻ തുടങ്ങി. ഇവിടെ ഞങ്ങളതൊന്നും ഇന്ന് ഫസ്റ്റ് ഷവർമ മേടിക്കുന്നത്. കാരണം അത് ഇങ്ങനെ അവർ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ രണ്ടാളും ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്, പൊതുവെ ഇവിടുത്തെ ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. അറിയില്ല, അത് കുറച്ച് നേരമായിട്ടുള്ള ഒരു ഫസ്റ്റ് നമുക്കാണ് തരുന്നത് ഇന്ന് ഷവർമ. അതൊന്നും അടിപൊളിയാണെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. എന്തായാലും ഇവിടുത്തെ ഷവർമ അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ നല്ല ഫുഡാണ്. അങ്ങനെ ഞങ്ങൾ ലൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവൻ്റെ ലൈം വന്നു. പക്ഷേ എൻ്റെ ജ്യൂസ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ജ്യൂസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ജ്യൂസും വന്നു. ഞങ്ങൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ നല്ല സ്പീഡിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞാനും ഒരു ഷവർമ ഓർഡർ ചെയ്തിരുന്നു. അവൻ ജ്യൂസും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, ലൈമും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അവന് തണുപ്പ് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഐസ് ഇടാതെയാണ് കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു. ഞങ്ങൾ എഗെയിൻ വേറൊരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് പോകാൻ വേണ്ടി വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.